മലയോരത്ത് കശുവണ്ടി സീസൺ ആരംഭിക്കാനിരിക്കെ കശുവണ്ടി തോട്ടങ്ങളിൽ പൂക്കരിച്ചിൽ രൂക്ഷം. തേയില കൊതുകുകളുടെ ശല്യം കാരണം ഇത്തവണയും കർഷകരുടെ പ്രതീക്ഷകൾക്ക് മേൽ കരിനിഴൽ വീഴുകയാണ്. സാധാരണയായി ജനുവരി അവസാന വാരത്തോടെ വിപണി സജീവമാകുന്ന മലയോര മേഖലയിൽ കശുമാവുകൾ പൂവിട്ടുവെങ്കിലും കാലാവസ്ഥാ വ്യതിയാനവും തേയില കൊതുകുകളുടെ ശല്യവും നിമിത്തം പൂക്കൾ കരിയുന്ന കാഴ്ചയാണ് എങ്ങും. കഴിഞ്ഞ ഏതാനും വർഷമായി ഇതുതന്നെയാണ് തോട്ടങ്ങളിലെ അവസ്ഥ. പൂക്കൾ വിരിയാൻ താമസിച്ചതും പകൽ സമയത്തെ അമിതമായ ചൂടും രാത്രികാലത്തെ മഞ്ഞും കാരണം വിരിഞ്ഞ പൂക്കൾ കരിഞ്ഞതാണ് ഉൽപാദനം കുറയാൻ കാരണമെന്ന് പരമ്പരാഗത കർഷകനായ പരീക്ഷളത്തെ ഭാസ്കരൻ പറയുന്നു. പൂക്കൽ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം തന്നെ നല്ല പൂ വന്നു, നോക്കുമ്പോൾ വണ്ടിയായിട്ടെല്ലാം കരിഞ്ഞു പോയി. രണ്ടാമത്തെ വർഷം ഇതേ അവസ്ഥ വന്നു. ഇപ്പോൾ മൂന്നാമത്തെ കഴിഞ്ഞ വർഷമെല്ലാം നല്ലൊരു പൂവായിരുന്നു, കണ്ടാൽ നല്ല അതിശയപ്പെട്ടുമായിരുന്നു. അവിടുന്ന് എനിക്ക് തുച്ഛമായ വരുമാനം കിട്ടിയിട്ടില്ല. അത് ഉപേക്ഷിക്കേണ്ട രീതിയിലെത്തിയപ്പോൾ ഈ വർഷം നോക്കും പൂത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എത്ര കണ്ട് വരുമാനം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതേ രീതി മുന്നോട്ട് പോയാൽ നമ്മൾ മാവ് മുറിച്ച് പണ്ടത്തെ റബ്ബറിലെ കൃഷിയിലേക്ക് തന്നെ പോകേണ്ടി വരും. ഇങ്ങനെ നഷ്ടത്തിലാക്കാൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു സാമ്പത്തിക സഹായമൊന്നുമില്ല. നമ്മൾ സ്വന്തമായി ചെയ്തിട്ട് ഇങ്ങനെ പോകുന്ന ഇതേ ഉള്ളൂ. ചെറിയ തൊഴിൽ ജീവിക്കുന്നതാണ്. ജില്ലയിലെ പ്രധാന കശുവണ്ടി വിപണന സംഭരണ കേന്ദ്രങ്ങളായ ഇരിക്കൂർ, ഉളിക്കൽ, ശ്രീകണ്ഠപുരം, പയ്യാവൂർ, ആലക്കോട് പ്രദേശങ്ങളിൽ നിന്ന് മുൻകാലങ്ങളിൽ ജനുവരി 2ാം വാരം പ്രതിദിനം 100ഓളം ലോഡ് കശുവണ്ടി കയറിപ്പോകാറുണ്ടായിരുന്നു. ഇക്കുറി ഇത് വളരെ കുറവാണ്. ഉൽപാദനം കുറഞ്ഞത് കശുവണ്ടി സീസണിൽ പ്രതീക്ഷയർപ്പിച്ച കർഷകരെ വൻ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് വൻതുക വായ്പയെടുത്ത് കശുവണ്ടിത്തോട്ടം പാട്ടത്തിനെടുത്ത കർഷകർ മലയോരത്തുണ്ട്. കഴിഞ്ഞ വർഷം ആദ്യം കിലോയ്ക്ക് 120 രൂപ കശുവണ്ടിക്കുണ്ടായിരുന്നത് പിന്നീട് 90 രൂപയിലേക്ക് ഇടിഞ്ഞു. ഉൽപാദന കുറവിനൊപ്പം വിലയിടിവ് കൂടിയായതോടെ കർഷകർ ദുരിതത്തിലായി. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കശുവണ്ടിക്ക് ആകർഷകമായ വില നൽകാൻ സർക്കാർ അലസത കാണിക്കുമ്പോൾ അയൽ സംസ്ഥാനക്കാർ മോഹവില നൽകി കശുവണ്ടി സംഭരിക്കുന്നതും കാലങ്ങളായി കാണുന്ന പ്രവണതയാണ്. ഇത് കാരണം പലരും ഈ രംഗത്ത് നിന്ന് മാറി മറ്റ് കൃഷിരീതികൾ പരീക്ഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.